ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിൽ കോടതി വിധിയിലേക്ക് നയിച്ച $1 മില്യൺ ചോദ്യം ചോദിച്ചത് മാതൃഭൂമി റിപ്പോർട്ടറായിരുന്നു. മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ അനുപമി എന്ന കന്യാസ്ത്രീ പക്ഷം PROയോടായിരുന്നു ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു ചോദ്യം ചോദിച്ചതെന്ന് പറയാം. സെറ്റിൽ ചെയ്യേണ്ട സമയത്ത് സെറ്റിൽ ചെയ്തിരുന്നുവെങ്കിൽ ഈ കേസ് വരില്ലായിരുന്നുവല്ലോ എന്നായിരുന്നു ചൂഷണങ്ങൾക്കെതിരെ പോരാടുന്ന ധീര വനിതയായി സ്വയം പ്രഖ്യാപിച്ചിരുന്ന അനുപമ തന്റെ മുഴുവൻ നിഷ്കളങ്കതയും വിഡിതവും കൂട്ടിക്കുഴിച്ച് അന്ന് ഇന്റർവ്യൂവിൽ അഭിലാഷ് മോഹനോട് പറഞ്ഞത്. ഈ ഉത്തരം സ്വയം പ്രഖ്യാപിത വിധിയാളന്മാരായ ചില മാധ്യമങ്ങൾ പൂഴ്ത്തി വെച്ചിരുന്നുവെങ്കിലും കോടതി ഈ ഉത്തരത്തിന് വേണ്ടതായ ഗൗരവം നൽകുകയാണ് ഉണ്ടായത്. അനുപമ ഈ ഉത്തരം ഇന്റർവ്യൂവിൽ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നോക്കാം. 2016 ഡൽഹിയിൽ താമസിക്കുന്ന യുവതി ജലന്ധറിലെത്തി ജലന്ധർ ബിഷപ്പിനെതിരെ പീഡന കേസ് കൊടുത്ത MJ കോൺഗ്രിഗേഷൻകാരിയായ വനിതയ്ക്കെതിരെ തന്റെ ഭർത്താവുമായി ബന്ധമുണ്ടെന്നും പരിഹാരമുണ്ടാക്കി തരണമെന്ന പരാതി സന്യാസി സഭ മദർ ജനറലിന് എഴുതി നൽകുന്നു. 9 വർഷം മദർ ജനറൽ ആയിരുന്ന സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു പരാതി കിട്ടിയപ്പോൾ ആശങ്കപ്പെട്ട മദറും കൗൺസിലറും അന്നത്തെ ബിഷപ്പായ ഫ്രാങ്കോ മുളയ്ക്കലിനെ സമീപിച്ച് പരിഹാരത്തിനായി ആശയവിനിമയത്തിൽ ഏർപ്പെടുകയാണ്. എഴുതി കിട്ടിയ പരാതി ആയതുകൊണ്ട് തന്നെ കർശനമായി പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് ഇവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. 2017 പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീയെ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പരാതിക്കിടെ കന്യാസ്ത്രീ നൽകിയ ട്രാൻസ്ഫർ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. സന്യാസ സഭാധികാരികൾ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്ത ശേഷം പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീയെ മഠം സുപ്പീരിയർ സ്ഥാനത്ത് നിന്ന് മാറ്റി സാധാരണ ഒരു അംഗമായി കുറവിലങ്ങാട് തന്നെ നിർത്തുന്നു. സുപ്പീരിയർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ താൻ സഭ വിട്ടു പോകുമെന്ന് പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീ മേലധികാരികളെ ഭീഷണിപ്പെടുത്തുന്നു. സന്യാസി സഭാധികാരികൾ ഇവരുടെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് മെയ് 25, 2017 താൻ സഭ വിട്ടു പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഡിസ്പെൻസേഷൻ കത്ത് മേലധികാരികൾക്ക് കൈമാറുന്നു. 5 ദിവസം കഴിഞ്ഞ്, അതായത് മെയ് 30 താൻ സഭയെ അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് പുറത്തുപോയ കന്യാസ്ത്രീ തിരിച്ചു വന്ന് വീണ്ടും സഭാവസ്ത്രം സ്വീകരിക്കുന്നു. പിന്നീട് സന്യാസ സഭയുമായി തർക്കങ്ങളും പ്രശ്നങ്ങളും പരാതിക്കിടെ നൽകിയ കന്യാസ്ത്രീ ആവർത്തിച്ച് സൃഷ്ടിക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി 2018 കുറവിലങ്ങാട് മഠത്തിൽ എത്തിച്ചേർന്ന മദർ ജനറലിനെ ഇവർ ഭീഷണിപ്പെടുത്തുകയും തർക്കങ്ങളും വാദങ്ങളും ഉന്നയിക്കുകയും ചെയ്ത കൂട്ടത്തിൽ പ്രശ്നപരിഹാരത്തിനായി സന്യാസി സഭയെ വിഭജിച്ച് കന്യാസ്ത്രീ സുപ്പീരിയറാക്കി ബീഹാറിലെ പുഗൽപൂരിൽ ബിഷപ്പിന്റെ കീഴിൽ പുതിയ പ്രോവിൻസ് സൃഷ്ടിച്ച് കുറവിലങ്ങാട് ആസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഭീഷണികളും ആക്രോശങ്ങളും അതിരുവിട്ടപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി നൽകണമെന്ന് MJ മദർ ജനറൽ ആവശ്യപ്പെട്ടു. 2018 ജൂൺ 3 എഴുതി നൽകിയ ആവശ്യങ്ങൾ മുഴുവനും 2018 ജൂൺ 15 മദർ ജനറൽ നിരാകരിച്ചു. 2018 ജൂൺ 27 CRPC 376 പ്രകാരം ബലാത്സംഗ കേസ് ജലന്ധർ ബിഷപ്പിനെതിരെ എടുക്കണമെന്ന് കുറവിലങ്ങാട് താമസിക്കുന്ന സ്ത്രീ പോലീസിൽ പരാതി നൽകുന്നു. 2018 സെപ്റ്റംബർ മാസത്തിൽ വഞ്ചി സ്ക്വയറിൽ സമരം കന്യാസ്ത്രീയുടെ സഹോദരിയും അനുപമയും മറ്റു 3 കന്യാസ്ത്രീകളും എറണാകുളം അങ്കമാലി വിമത അച്ഛന്മാരും സമൂഹത്തിലെ മറ്റു വ്യക്തികളും ചേർന്ന് വഞ്ചി സ്ക്വയറിൽ ആരംഭിക്കുന്നു. 2018 ജൂൺ 21 തെളിവുകളുടെ അഭാവത്തിൽ തന്നെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. തുടർന്നാണ് മാതൃഭൂമി ചാനലിൽ അന്ന് റിപ്പോർട്ടറായി വർക്ക് ചെയ്തിരുന്ന അഭിലാഷ് മോഹൻ ഈ കേസിന് ആസ്പദമായ സംഭവങ്ങളെ കുറിച്ച് അനുപമയോട് ഇന്റർവ്യൂവിലൂടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്, ബിഷപ്പിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത് റേപ്പ് കേസാണെന്ന് താനും ബാക്കി 4 പേരും അറിയുന്നതെന്ന്. ഇതെല്ലാം തന്നെ 259 പേജ് വരുന്ന വിധിന്യായത്തിൽ വ്യക്തമായും കൃത്യമായും പരാമർശിക്കുന്നുമുണ്ട്. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ജനങ്ങൾ പോറാട്ട് നാടകം കാണുന്നത് പോലെ ഉള്ളിലെ കളികളൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ കണ്ടു നിൽക്കുന്നു. മറ്റു ചിലർ കിട്ടിയ അവസരത്തിൽ കത്തോലിക്ക സഭയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു. മറ്റു ചിലർ കത്തോലിക്ക സ്ത്രീകളെയും വൈദികരെയും മോശമായി ചിത്രീകരിക്കുന്നു. മറ്റൊരു കൂട്ടർ കത്തോലിക്ക സഭയിലെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നു. മാതാവിന്റെ ചിത്രം പോലും വികലമായ രീതിയിൽ അവതരിപ്പിക്കുന്നു. കുംഭസാരത്തെ അവഹേളിക്കുന്നു. കൂദാശകളെ അവഹേളിക്കുന്നു. പൗരോഹിത്യത്തെ അവഹേളിക്കുന്നു. സ്ത്രീ പൗരോഹിത്യം കൊണ്ടുവരണമെന്ന് ആക്രോശിക്കുന്നു. മഹിമയണിഞ്ഞ എല്ലാത്തിനെയും നിന്ദിക്കുന്നു. സഭയെ പിളർത്തി അവഹേളിച്ച് ചോര കുടിക്കുന്നു. യുവാക്കളുടെ വിശ്വാസം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ കന്യാസ്ത്രീകളെ കൊണ്ട് ചൂട്ട് കത്തിച്ച് മുന്നേ നടന്നിരുന്ന ജലന്ധറിലെ ഒരു പ്രമുഖൻ എവിടെ പോയി ഒളിച്ചു എന്ന് പിന്നീട് മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാൻ കഴിഞ്ഞില്ല.